എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇന്ത്യ മറ്റൊരു വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. സെമിയിൽ ഇംഗ്ലണ്ടിനെ 68 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ബൗളിംഗിലും ബാറ്റിംഗിലും ഇന്ത്യ മിന്നിത്തിളങ്ങി. ഇന്ത്യയുടെ ബൗളിംഗിന് മുന്നിൽ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ T20 വേൾഡ് കപ്പിലെ പ്രതികാരം ഇന്ത്യ തീർത്തു കൊടുത്തു. ഈ ഒരു വേൾഡ് കപ്പിൽ അപരാജിത കുതിപ്പാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ മികച്ച വിജയങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ ജയിച്ചപ്പോൾ ക്യാപ്റ്റൻ രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം ആയിരുന്നു. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് ഞങ്ങൾ ഇന്ന് കളത്തിൽ ഇറങ്ങിയത്. ഇന്ന് മഴ പെയ്തു കളി മുടങ്ങും എന്ന് ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായി മഴ തടസ്സപ്പെടുത്തിയെങ്കിലും ഞങ്ങൾക്ക് നന്നായി തന്നെ കളിക്കാൻ സാധിച്ചു. ഞങ്ങൾ ഇന്ന് മികച്ച ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും തന്നെ പേടിക്കാനില്ല. അങ്ങനെ വീണ്ടും ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് അക്സർ പട്ടേലിന്റെ പ്രകടനമാണ്. അതുപോലെ ബാറ്റിംഗിൽ സൂര്യയും എനിക്ക് മികച്ച പിന്തുണയാണ് നൽകിയത്. ദുബെ മാത്രമാണ് ഇന്ന് നിരാശപ്പെടുത്തിയത്. ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലിക്ക് ഫോം ആവാൻ സാധിച്ചിരുന്നില്ല. അവനും കൂടി ഫോം ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഈസിയായി 200 റൺസ് നേടിയേനെ. അവസരം കിട്ടാത്ത ഒരുപാട് താരങ്ങൾ സൈഡ് ബെഞ്ചിൽ ഉണ്ട്. ജയ്സ്വാൾ, സഞ്ജു അടക്കം എല്ലാവരും താരങ്ങളും അവിടെ ഇരിക്കുകയാണ്. ദുബെയുടെ ഈ നിരാശപ്പെടുത്തുന്ന പ്രകടനം ഫൈനലിൽ ഒരാൾക്ക് നെറുക്ക് വീഴും എന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി. മലയാളി താരം സഞ്ജുവിനെ ടീമിൽ എടുത്തിട്ടും കളിക്കാൻ സഞ്ജുവിന് ഒരു അവസരം പോലും ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇന്ത്യ സെമിയും കടന്നു ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫൈനലിൽ ദുബെയെ മാറ്റി സഞ്ജുവിന് ചിലപ്പോൾ ഒരു അവസരം കൊടുത്തേക്കും എന്നാണ് രോഹിത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇന്ന് ഇംഗ്ലണ്ട് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. 103 റൺസിനാണ് ഇന്ത്യ അവരെ ഓൾ ഔട്ട് ആക്കിവിട്ടത്. രോഹിത്തിന്റെയും സൂര്യയുടെയും ബാറ്റിംഗ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഫൈനലിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പഞ്ഞിക്കിടുമോ, അതോ ഇന്ത്യക്ക് വീണ്ടും ഫൈനലിൽ കാലിടറുമോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.